സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മറയൂർ എന്ന സ്ഥലത്താണ്. മറയൂർ എന്നത് അറിയപ്പെടുന്നത് ശർക്കര നിർമ്മാണ കേന്ദ്രം എന്നുള്ള നിലയിലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ശർക്കര നിർമ്മാണ ഫാക്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കരിമ്പ് എടുത്ത് വിളവെടുത്ത കരിമ്പ് കൊണ്ടുവന്നിട്ട് ജ്യൂസാക്കും. ഇവിടെ മെഷീനിൽ വെച്ച് ജ്യൂസാക്കിയിട്ട് ഇവിടെ വലിയ മെഷീനുണ്ട്. ആ മെഷീനിൽ കരിമ്പ് കയറ്റി അതിൻ്റെ ചാറെടുക്കുക, ജ്യൂസാക്കുക. കരിമ്പിൻ്റെ നീരെടുത്തിട്ട് ആ മെഷീനിൽ നിന്നും അത് എടുത്തിട്ട് ഇവിടെ ഒരു പാത്രമുണ്ട്, വലിയൊരു പാത്രമുണ്ട്. ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു നീര്, കരിമ്പിൻ്റെ ജ്യൂസ് ഇതിൽ ഒഴിക്കും. ഇതിലൊഴിച്ച് അതിനുശേഷം അതിൻ്റെ ചില പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് പൈപ്പ് വഴി ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റും. ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ശർക്കരയുടെ പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കുന്നത്. ഇതിനടി ചൂട് കൊടുക്കുന്നുണ്ടോ? ചൂട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില് ഈ വലിയ പാത്രത്തിന്റെ അടിയിലോട്ട് ചൂട് കൊടുത്തിട്ടാണ് ഈ ജ്യൂസ് ശർക്കരയായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഈ ശർക്കര എടുത്തതിന്റെ കരിമ്പ് ജ്യൂസിന്റെ ചണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതാണ്ടില്ലേ, ഇതിനടിയിലേക്ക് വിറകിട്ട് ഇത് തന്നെ ഈ ചണ്ടി തന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഈ ചണ്ടി തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ല ചൂട് ഇതിനകത്ത് ഉണ്ടാവും. ഈ പാത്രം ഇത് വലിയ കട്ടിയാണ്, നല്ല കട്ടിയുണ്ട്. വലിയ ഇരുമ്പ് പാത്രമാണെന്ന് തോന്നുന്നു. ഇതിപ്പോ നിർമ്മാണത്തിലിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശർക്കരയുടെ ചില അംശങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് കൊണ്ടുവന്നിട്ട് നേരെ ഇത് ഇവിടെ നിന്നൊരു പാത്രത്തിലേക്ക് പകരും. ഇവിടെ ആയി കഴിയുന്നത് ഇവിടെ ഒരു മെഷീൻ വഴി ഇത് ഇളക്കി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് അപ്പോൾ ഇത് തറയിൽ ചാണകം മെഴുകിയിട്ടുണ്ട്. നമ്മൾ ചെരുപ്പ് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ശർക്കരയുടെ ഒരു പ്രൊഡക്ഷന്റെ പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്നത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞ നീര് ചൂടാക്കിയെടുത്തത് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് പകരും. ഇവിടെ കിടന്നിട്ട് 2 മണിക്കൂർ അത് കട്ടിയായതിനു ശേഷമാണ് ശർക്കരയായി മാറുന്നത്. അതിവിടെ നിന്നാണ് പല പാക്കറ്റുകളിലാക്കി, അത് ചൂട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ പല പാക്കറ്റുകളിലാക്കി നമുക്ക് കിട്ടും. ഇതിങ്ങനെ ശർക്കരയുടെ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ശർക്കരയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ അത് പല പാക്കറ്റുകളിലാക്കി ശർക്കരയുടെ പല ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കാഴ്ചയാണിത്.